Hello everyone, welcome. Today we are going to learn important questions and answers from the play Mother's Day. Let's begin. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്യാരക്ടർ സ്കെച്ചാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. മിസ്സിസ് പിയേഴ്സൺ. Mrs. Pearson is a central character in the play Mother's Day, written by J.B. Priestley. Mrs. Pearson is a loving wife and mother. She is very fond of her husband and children. She looks to all their needs. She does her best to keep them happy. Mrs. Pearson is a simple and kind-hearted woman, but she is gentle to a fault. She does feel that her husband and children are thoughtless. J.B. പ്രീസ്ലി എഴുതിയ മദേഴ്സ് ഡേ എന്ന നാടകത്തിലെ പ്രധാന കഥാപാത്രമാണ് മിസ്സിസ് പിയേഴ്സൺ. സ്നേഹനിധിയായ ഭാര്യയും അമ്മയുമായിരുന്നു മിസ്സിസ് പിയേഴ്സൺ. അവൾ ഭർത്താവിനെയും മക്കളെയും വളരെയധികം സ്നേഹിച്ചിരുന്നു. ഭർത്താവും മക്കളും സന്തോഷമായിരിക്കാൻ തന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ അവൾ എല്ലാം കൃത്യമായി ചെയ്തു കൊടുത്തിരുന്നു. ലളിത ജീവിതം നയിക്കുന്ന നല്ല മനസ്സിനുടമയായിരുന്നു മിസ്സിസ് പിയേഴ്സൺ. പക്ഷേ മക്കളും ഭർത്താവും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന വിഷമം അവരെ അലട്ടിയിരുന്നു. Her husband and children work 8 hours a day and 5 days a week, but the poor mother has to work all the hours of the day and all the days of the week. Yet the husband and the children have for her no word of praise or gratitude. This is what pains Mrs. Pearson, but she is too weak to protest. It is Mrs. Pearson's own weakness that has spoiled her husband and children. അവളുടെ ഭർത്താവും മക്കളും ദിവസത്തിൽ 8 മണിക്കൂറും ആഴ്ചയിൽ 5 ദിവസവും മാത്രം ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ പാവം മിസ്സിസ് പിയേഴ്സനാകട്ടെ ഒരു ദിവസത്തിലെ 24 മണിക്കൂറും ആഴ്ചയിൽ എല്ലാ ദിവസവും ജോലി ചെയ്യണം. എന്നിട്ടും ഭർത്താവിൻ്റെയും കുട്ടികളുടെയും ഭാഗത്തുനിന്നും യാതൊരു പ്രശംസയോ നന്ദിയോ അവൾക്ക് ലഭിച്ചില്ല. ഇക്കാര്യം മിസ്സിസ് പിയേഴ്സനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കാൻ അവൾ അശക്തിയായിരുന്നു. മിസ്സിസ് പിയേഴ്സൻ്റെ സ്വന്തം ബലഹീനതയാണ് ഭർത്താവിനെയും മക്കളെയും നശിപ്പിച്ചത്. നെക്സ്റ്റ് ക്യാരക്ടർ സ്കെച്ച് ഈസ് മിസ്സിസ് ഫീസ്ജെറാൾഡ്. Mrs. Fitzgerald is Mrs. Pearson's neighbor. She is a strong-minded woman. She has a dominating nature. She believes in equal rights with men. She believes that women have the liberty to do anything that men do. Mrs. Fitzgerald feels strongly that the woman should be the mistress of her own house. Mrs. Fitzgerald is very intelligent also. She knows how to cure people of their waywardness. She handles Doris, Cyril and George very intelligently. She gives each of them a good pounding. She puts them in their proper places. She makes them realize that a mother and a wife is also a human being. Thus, she helps Mrs. Pearson to rein in her husband and children. മിസ്സിസ് പിയേഴ്സൻ്റെ സുഹൃത്തും അയൽവാസിയുമാണ് മിസ്സിസ് ഫീസ്ജെറാൾഡ്. അവൾ ആധിപത്യ സ്വഭാവമുള്ള ശക്തിയായ സ്ത്രീയായിരുന്നു. പുരുഷന്മാരോടൊപ്പം തന്നെ സ്ത്രീകൾക്കും അവകാശങ്ങളുണ്ട്. പുരുഷന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ സ്ത്രീകൾക്കും സ്വാതന്ത്ര്യമുണ്ടെന്ന് മിസ്സിസ് ഫീസ്ജെറാൾഡ് വിശ്വസിച്ചിരുന്നു. സ്വന്തം വീടിൻ്റെ കുടുംബനാഥയായിരിക്കണം സ്ത്രീ എന്നാണ് ഫീസ്ജെറാൾഡിൻ്റെ അഭിപ്രായം. വളരെ ബുദ്ധിമതിയായ സ്ത്രീയാണ് ഫീസ്ജെറാൾഡ്. മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് എങ്ങനെ അവരെ മനസ്സിലാക്കണം എന്ന് അവർക്ക് അറിയാം. ഡോറിസ്, സിറിൽ, ജോർജ് എന്നിവരെ ഫീസ്ജെറാൾഡ് വളരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുന്നു. ഓരോരുത്തരെയും ഫീസ്ജെറാൾഡ് തക്കതായ പാഠം പഠിപ്പിക്കുകയും അവരെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നു. ഭാര്യയും അമ്മയുമായ മിസ്സിസ് പിയേഴ്സനും അവരെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെ അവൾ ഭർത്താവിനെയും മക്കളെയും നിയന്ത്രിക്കാൻ മിസ്സിസ് പിയേഴ്സനെ സഹായിക്കുന്നു. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പ്ലേ മദേഴ്സ് ഡേ ടോക്ക് അബൌട്ട്? മദേഴ്സ് ഡേ എന്ന നാടകം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ദ സ്റ്റാറ്റസ് ഓഫ് എ മദർ ഇൻ എ ഫാമിലി. ഒരു കുടുംബത്തിലെ അമ്മയുടെ സ്ഥാനത്തെക്കുറിച്ച്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഈസ് മിസ്സിസ് പിയേഴ്സൺ അൺഹാപ്പി അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് ദ പ്ലേ? എന്തുകൊണ്ടാണ് നാടകത്തിൻ്റെ തുടക്ക ഭാഗത്തിൽ മിസ്സിസ് പിയേഴ്സൺ അസന്തുഷ്ടയായി കാണപ്പെട്ടത്? Mrs. Pearson is unhappy because her husband and children live a busy social life and relegate Mrs. Pearson to the position of a domestic help. This created a sense of frustration and discontentment in Mrs. Pearson. She only wants
some appreciation and reciprocation from her beloved family. ഭർത്താവും മക്കളും തിരക്കു പിടിച്ച ജീവിതം നയിക്കുന്നവരും മിസ്സിസ് പിയേഴ്സനെ ഒരു വീട്ടുജോലിക്കാരിയെപ്പോലെ തരം താഴ്ത്തുകയും ചെയ്യുന്നത് അവരെ വളരെയധികം അസന്തുഷ്ടയാക്കി. അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വീട്ടുകാരിൽ നിന്നും അഭിനന്ദനമോ പരസ്പര സഹകരണമോ ഇല്ലാത്തതും അവളെ നിരാശപ്പെടുത്തി. തേർഡ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് മിസ്സിസ് പിയേഴ്സൺ ടെൽ ജോർജ് പിയേഴ്സൺ അബൌട്ട് പീപ്പിൾസ് കൺസെപ്ഷൻ അബൌട്ട് ഹിം അറ്റ് ദ ക്ലബ്? ക്ലബിലെ മറ്റ് അംഗങ്ങൾ ജോർജ് പിയേഴ്സനെ എങ്ങനെ കാണുന്നു എന്നാണ് മിസ്സിസ് പിയേഴ്സൺ പറഞ്ഞത്. മിസ്സിസ് പിയേഴ്സൺ, who is actually Mrs. Fitzgerald, tell her husband that he is a standing joke for the other club members and they call him Pompey Pearson as they think he is very slow and pompous. ക്ലബിലെ മറ്റ് അംഗങ്ങൾക്ക് കളിയാക്കാനുള്ള ഒരു വസ്തുവും ഹാസ്യ കഥാപാത്രവുമായാണ് മിസ്റ്റർ പിയേഴ്സൺ എന്നാണ് മിസ്സിസ് പിയേഴ്സൺ, അതായത് സോൾ എക്സ്ചേഞ്ച് ചെയ്ത ഫിറ്റ്സ്ജെറാൾഡ് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് സിറിൽസ് പ്രൈം ഫോൾട്ട് ആസ് എക്സ്പ്രസ്ഡ് ബൈ മിസ്സിസ് പിയേഴ്സൺ? മിസ്സിസ് പിയേഴ്സൻ്റെ അഭിപ്രായത്തിൽ തൻ്റെ മകനായ സിറിൽ ചെയ്യുന്ന തെറ്റ് എന്താണ്? Answer. According to Mrs. Pearson, Cyril spends too much time and money at greyhound races and dirt tags and ice shows. സിറിൽ ധാരാളം കാശും സമയവും ഗ്രേഹൗണ്ട് റേസിനും ഡേർട്ട് ടാക്സിനും ഐസ് ഷോസിനും ചെലവാക്കുന്നു എന്നാണ് മിസ്സിസ് പിയേഴ്സൻ്റെ പരാതി. ഗ്രേഹൗണ്ട് എന്നത് ഡോഗിൻ്റെ ഒരു ബ്രീഡാണ്. ഈ ഡോഗിനെ ഉപയോഗിച്ച് നടത്തുന്ന ഓട്ട മത്സരമാണ് ഗ്രേഹൗണ്ട് റേസ്. ഡേർട്ട് ടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓഫ് റോഡ് മത്സരങ്ങളെയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നടക്കുന്ന ഒരു വിനോദ പരിപാടിയാണ് ഐസ് ഷോസ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. The family of Mrs. Pearson does not recognize Mrs. Pearson's true value and does not show their gratitude to her. Pick out at least 3 examples to show it. മിസ്സിസ് പിയേഴ്സൻ്റെ കുടുംബം അവളുടെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്നില്ല, യാതൊരു വിധത്തിലുള്ള നന്ദി പ്രകടനങ്ങളും നടത്തുന്നില്ല. ഇത് വ്യക്തമാക്കുന്ന 3 എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ആൻസർ. In this play, family members does not spend time with Mrs. Pearson. The family members leave early in the morning to work and then return in the evening just to get the supper and then leave again to socialize outside home. She selflessly makes the home and asks nothing in return. They never appreciate or stop by to drop a word of thanks. The play clearly states that our mothers and wives have equal right to relax, enjoy their lives, and deserve acknowledgement and appreciation. മദേഴ്സ് ഡേ എന്ന നാടകത്തിൽ മിസ്സിസ് പിയേഴ്സൻ്റെ കുടുംബാംഗങ്ങൾ അവളോടൊപ്പം സമയം ചെലവഴിക്കുന്നില്ല. അതിരാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവും മക്കളും വൈകിട്ട് തിരിച്ചു വരികയും അത്താഴം കഴിച്ച ശേഷം വീണ്ടും പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു. കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ഉത്തരവാദിത്തോടുകൂടി ചെയ്യുന്ന മിസ്സിസ് പിയേഴ്സിനെ അഭിനന്ദിക്കുകയോ ഒന്നും ആരും ചെയ്യുന്നില്ല. നമ്മുടെ അമ്മമാർക്കും ഭാര്യമാർക്കും മറ്റുള്ളവരെ പോലെ തന്നെ വിശ്രമിക്കാനും ജീവിതം ആസ്വദിക്കാനും അംഗീകാരത്തിനും അഭിനന്ദനത്തിനും അർഹതയുണ്ടെന്ന് ഈ നാടകം വ്യക്തമായി പറയുന്നു. What is Mrs. Fitzgerald's suggestion to Mrs. Pearson to maintain the atmosphere of discipline and realization that she has created? താൻ സൃഷ്ടിച്ച അച്ചടക്കത്തിൻ്റെയും തിരിച്ചറിവിൻ്റെയും അന്തരീക്ഷം നിലനിർത്താൻ മിസ്സിസ് പിയേഴ്സനോട് മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് എന്താണ് നിർദ്ദേശിക്കുന്നത്? Mrs. Fitzgerald suggested that Mrs. Pearson was not to start any explaining or apologizing, or it would spoil the good work that was done. She was asked to just give her children and husband a look or a tone of voice off and on to suggest that she might be tough with them if she wanted to be. മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡുമായി ആത്മാവ് കൈമാറിയ ശേഷം താൻ ചെയ്ത പ്രവൃത്തികളോ പാഠം പഠിപ്പിക്കലുകളോ ഒരിക്കലും വിവരിക്കാനോ മാപ്പ് അപേക്ഷിക്കാനോ പോകരുതെന്നും ഇനിയും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഭർത്താവിനെയും മക്കളെയും നിലയ്ക്ക് നിർത്താൻ കഴിയണമെന്നാണ് ഫിറ്റ്സ്ജെറാൾഡ് നിർദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മദേഴ്സ് ഡേ എന്ന പ്ലേയുടെ ഫസ്റ്റ് പാരഗ്രാഫാണ്. ഈ ഒരു പാരഗ്രാഫ് കൊടുത്ത ശേഷം അതിൽ നിന്ന് ആൻസേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ലിസൺ. The action takes place in the living room of the Pearsons' house in a London suburb.
When the curtain raises, it is an afternoon in early autumn, and the stage is well lit. Mrs. Pearson and Mrs. Fitzgerald are sitting opposite each other at a small table, on which are 2 teacups and saucers and the cards with which Mrs. Fitzgerald has been telling Mrs. Pearson's fortune. Mrs. Pearson is a pleasant but worried-looking woman in her 40s. Mrs. Fitzgerald is older, heavier, and has a strong personality. It is very important that these two should have sharply contrasting voices. Mrs. Pearson speaking in a light, flurried sort of tone, and Mrs. Fitzgerald with a deep voice. ഈ പ്ലേ നടക്കുന്നത് ലണ്ടനിൽ മിസ്സിസ് പിയേഴ്സൻ്റെ വീടിൻ്റെ സ്വീകരണ മുറിയിലാണ്. സ്റ്റേജിൽ കർട്ടൻ ഉയരുമ്പോൾ മിസ്സിസ് പിയേഴ്സനും മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡും ഒരു ചെറിയ മേശയ്ക്ക് ചുറ്റുമിരിക്കുന്നു. അതിൽ 2 ചായക്കപ്പുകളും സോസറുകളും ഭാഗ്യം പറയുന്ന കാർഡുകളും കാണാം. ഒരു ശരത്കാലത്തിൽ ഉച്ചതിരിഞ്ഞാണ് ഈ നാടകം നടക്കുന്നത്. സ്റ്റേജ് നന്നായി പ്രകാശിക്കുന്നുണ്ട്. 40 വയസ്സുള്ള സുന്ദരിയായ സ്ത്രീയാണ് മിസ്സിസ് പിയേഴ്സൺ. ഉത്കണ്ഠയുള്ള മുഖമായാണ് മിസ്സിസ് പിയേഴ്സൺ കാണപ്പെടുന്നത്. മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് ആകട്ടെ പ്രായവും ഭാരവും കൂടിയ സ്ത്രീയാണ്. ശക്തമായ വ്യക്തിത്വത്തിന് ഉടമയാണ് ഫിറ്റ്സ്ജെറാൾഡ്. രണ്ടുപേരുടെയും സംസാര രീതി വ്യത്യസ്തമാണ്. പിയേഴ്സൺ നേരിയ ശബ്ദത്തിൽ സംസാരിക്കുമ്പോൾ ഫിറ്റ്സ്ജെറാൾഡ് ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്നു. ഓക്കെ, ഈ പ്ലേ നടക്കുന്നത് എവിടെയാണെന്നും എങ്ങനെയുള്ള സ്വഭാവക്കാരാണ് പിയേഴ്സനും ഫിറ്റ്സ്ജെറാൾഡുമെന്ന് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ആക്ടിവിറ്റി 1. ഇവിടെ കുറച്ച് വേർഡ്സ് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ താഴ്ഭാഗത്തായി മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ്, മിസ്സിസ് പിയേഴ്സൺ എന്ന് 2 കോളവും കൊടുത്തിട്ടുണ്ട്. ഇരുവർക്കും ചേരുന്ന വാക്കുകൾ എഴുതാനാണ് ഈ ആക്ടിവിറ്റി. ഈ ആക്ടിവിറ്റി എഴുതണമെങ്കിൽ വാക്കുകളുടെ മീനിങ് അറിയണം. അപ്പോൾ നമുക്ക് ഈ വാക്കുകളുടെ മീനിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. വേർഡ്സ് ആൻഡ് മീനിങ്സ്. ഫസ്റ്റ് വേർഡ് പ്ലസൻറ്റ്, സന്തോഷകരമായ. പ്ലസൻറ്റ്, സന്തോഷകരമായ. ടിമിഡ്, ഭീരുവായ അല്ലെങ്കിൽ ധൈര്യമില്ലാത്ത. ടിമിഡ്, ഭീരുവായ അല്ലെങ്കിൽ ധൈര്യമില്ലാത്ത. പ്രിറ്റി, ഭംഗി അല്ലെങ്കിൽ അഴക്. പ്രിറ്റി, ഭംഗി അല്ലെങ്കിൽ അഴക്. ഇൻ്റലിജൻറ്റ്, ബുദ്ധിയുള്ള. ഇൻ്റലിജൻറ്റ്, ബുദ്ധിയുള്ള. സെൽഫിഷ്, സ്വാർത്ഥത. സെൽഫിഷ്, സ്വാർത്ഥത. അൺപ്ലസൻറ്റ്, സന്തോഷമില്ലാത്ത. അൺപ്ലസൻറ്റ്, സന്തോഷമില്ലാത്ത. കെയറിങ്, കരുതൽ. കെയറിങ്, കരുതൽ. നെർവസ്, ധൈര്യമില്ലാത്ത. നെർവസ്, ധൈര്യമില്ലാത്ത. മീക്ക്, ശാന്തനായ. മീക്ക്, ശാന്തനായ. അരഗൻറ്റ്, അധികാരഭാവം അല്ലെങ്കിൽ ധിക്കാരം. അരഗൻറ്റ്, അധികാരഭാവം അല്ലെങ്കിൽ ധിക്കാരം. കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസം. കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസം. ഇൻഡിഫറൻറ്റ്, താൽപ്പര്യമില്ലാത്ത അല്ലെങ്കിൽ ശത്രുമിത്രഭാവമില്ലാത്ത. ഇൻഡിഫറൻറ്റ്, താൽപ്പര്യമില്ലാത്ത ശത്രുമിത്രഭാവമില്ലാത്ത. ഫേം, ഉറച്ച. ഫേം, ഉറച്ച. റൂഡ്, പരുക്കനായ ഊർജ്ജസ്വലമായ. റൂഡ്, പരുക്കനായ ഊർജ്ജസ്വലമായ. ഡിഫിഡൻറ്റ്, ആത്മവിശ്വാസമില്ലാത്ത. ഡിഫിഡൻറ്റ്, ആത്മവിശ്വാസമില്ലാത്ത. പാമ്പസ്, ആഡംബരം. പാമ്പസ്, ആഡംബരം. പെർസ്വാസീവ്, പ്രേരിപ്പിക്കാൻ കഴിയുന്ന. പെർസ്വാസീവ്, പ്രേരിപ്പിക്കാൻ കഴിയുന്ന. സ്പോയിൽഡ്, വഷളാക്കൽ. സ്പോയിൽഡ്, വഷളാക്കൽ. എൻ്റർപ്രൈസിംഗ്, പരിശ്രമശാലിയായ. എൻ്റർപ്രൈസിംഗ്, പരിശ്രമശാലിയായ. ഇനി നോക്കുക, മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡിന് ഏത് വാക്കാണ് യോജിക്കുന്നത്? മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് ഇൻ്റലിജൻറ്റ്, അരഗൻറ്റ്, സെൽഫിഷ്. മിസ്സിസ് പിയേഴ്സൺ പ്ലസൻറ്റ്, മീക്ക്, ടിമിഡ്. ആക്ടിവിറ്റി 3. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് വായിച്ച ശേഷം ഉത്തരമെഴുതുക. I am so fond of them, even if they are so thoughtless and selfish. They don't mean to be. അവർ ചിന്താശൂന്യരും സ്വാർത്ഥരുമാണെങ്കിലും എനിക്ക് അവരെ വളരെ ഇഷ്ടമാണ്. അവർക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോനൗൺ ഐ റെഫേഴ്സ് ടു. ഇതിൽ ഐ എന്ന പ്രോനൗൺ, അതായത് സർവനാമം, ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഇത് മിസ്സിസ് പിയേഴ്സൺ ഫിറ്റ്സ്ജെറാൾഡിനോട് തൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ച് പറയുന്ന വാചകമാണ്. ഇതിൽ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് മിസ്സിസ് പിയേഴ്സനെയാണ്. അപ്പോൾ ആൻസർ മിസ്സിസ് പിയേഴ്സൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പ്രോനൗൺസ് ദേ ആൻഡ് ദെം റെഫർ ടു. പ്രോനൗൺ ദേ ആൻഡ് ദെം എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്?
കുടുംബാംഗങ്ങളെക്കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ ആൻസർ ഈസ് ദ മെമ്പേഴ്സ് ഓഫ് മിസ്സിസ് പിയേഴ്സൺസ് ഫാമിലി. Okay, thank you for watching my class. See you.